രാജ്യത്ത് എല്ലാവർക്കും തുല്യ അവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടന രൂപീകരിച്ചത്. അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അർഹതപ്പെട്ട അവകാശത്തിന് ഒറ്റിയെടുക്കുന്നതാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു പ്രവണതയായി മാറിയിട്ടുള്ളത്. അതിന് ഭരണകൂടവും ഭരണകർത്താക്കളും ഒത്താശ ചെയ്യുമ്പോൾ നീതിക്ക് വേണ്ടി കേരളം സമ്മതിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിൻ്റെ ഒരു ചക്രവർത്തിയുള്ളത് ഉറപ്പിച്ചതാണ് വോട്ടവകാശം എല്ലാവർക്കും തുല്യമായിട്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന വോട്ടവകാശം ജനങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ശ്രദ്ധയോടും സാധാരണക്കാരന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നും പോരാടുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സോഷ്യലിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെല്ലാം നിസ്സാരമാക്കി ചൂഷകർ, വഞ്ചകർ, കൊള്ളയടിക്കുന്നവർ ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൊള്ളുകയും കാലത്തും ചെയ്യുന്നതാണ് പെട്ടെന്ന് അവരുടെ മുൻപെത്തുന്നത്. പക്ഷേ അടിസ്ഥാന വിഭാഗം എപ്പോഴും അധ്വാനിക്കുന്നത് ഓടും ആനന്ദ് അദ്ദേഹത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗം അല്ല ഈ വിഭാഗം. അതുകൊണ്ട് ഈ പട്ടിക വിഭാഗത്തിന് ലഭിച്ച ആ അവകാശത്തിന് തട്ടിയെടുത്ത് വേറെ ഇതൊന്ന് ജീവിക്കാൻ ഉപയോഗിക്കാൻ കൊടുത്തത് ഏറ്റവും വലിയ നീതികേടാണ്, നെറികേടാണ് എന്നാണ് നേശന്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ മുന്നോട്ട് വെച്ചപ്പോഴും പങ്കാളിത്തത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്നും ഇതിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ എല്ലാവിധ പിന്തുണയും പങ്കാളിത്തമുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവാധ്യാപകന്മാർ പറഞ്ഞു. ജയ് നാഷണൽ ജനതാദൾ.